മതപരിവർത്തന ആരോപണം ഇന്ത്യയിൽ ഉയരാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. 10ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഏറിയും കുറഞ്ഞുമുണ്ട്. വാസ്കോഡ ഗാമയുടെ വരവിന് പിന്നാലെ ആദ്യം പോർച്ചുഗീസുകാർ ഈ ആരോപണം നേരിട്ടു. പിന്നീട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമെല്ലാം മതപരിവർത്തന ആരോപണം നേരിട്ടവരാണ്. രാജ്യത്ത് മിഷണറി പ്രവർത്തനം എന്തും സംഘർഷഭരിതമായിരുന്നു. മിഷണറിമാരെയും ഒപ്പമുള്ളവരെയും ചുട്ടുകൊന്നതിന് തന്നെ രാജ്യം സാക്ഷിയായിട്ടുണ്ട്. രാജസ്ഥാൻ നിയമസഭയാണ് സമീപകാലത്ത് മതപരിവർത്തനത്തിനെതിരായ ബില്ല് അവതരിപ്പിച്ചത്. നിയമവിരുദ്ധമായ മതപരിവർത്തനം തടയൽ ബിൽ എന്നാണ് പേര്. ലവ് ജിഹാദ് തടയാൻ എന്ന പേരിലാണ് ബില്ല് രാജസ്ഥാൻ നിയമസഭയിലെത്തിയത്. വിവാഹം നടത്താനായി മതപരിവർത്തനം നടത്തുന്നത് തടയാനുള്ള വ്യവസ്ഥയോടെയാണ് ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവാഹത്തിനായി ഭർത്താവിന്റെ മതത്തിലേക്ക് മാറുന്നതിനും ഭാര്യയുടെ മതത്തിലേക്ക് മാറുന്നതും വിലക്കിയാണ് ബില്ല്. അങ്ങനെ ഒരു ബില്ല് നിലനിൽക്കുമോ എന്ന് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. കാരണം പ്രായപൂർത്തിയായ ഏതൊരാൾക്കും ഏത് മതം തിരഞ്ഞെടുക്കാനും ഏതൊരാളെ വിവാഹം കഴിക്കാനും ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ഹാദിയ കേസിലൊക്കെ ആ വിധിയാണ് സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചത്. മതപരിവർത്തനവും ഏത് മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിക്കുന്നതും തടയാൻ ഭരണഘടനാപരമായി സാധിക്കില്ല. ഇത്രയും മത പോലീസുള്ള നാട്ടിൽ ബലമായുള്ള മതപരിവർത്തനവും സാധിക്കില്ല. പിന്നെ ഈ മതപരിവർത്തനത്തിന്റെ പേരിൽ നടക്കുന്നതൊക്കെ നാടകങ്ങളാണ്. ഇതര മതങ്ങളെ ഭയപ്പെടുത്തി നിർത്താനുള്ള നീക്കങ്ങൾ എന്നതിനപ്പുറം അവയ്ക്കൊന്നും ഭരണഘടനാപരമായി പരിരക്ഷയില്ല.